ക്യാൻവാസിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ ചുരിദാറിൻ്റെ കഴുത്ത് കട്ട് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ക്യാൻവാസ് എടുത്ത് രണ്ടായിട്ട് ഇങ്ങനെ മടക്കുക. മടക്കിയ ശേഷം കഴുത്തിൻ്റെ അകലം എനിക്ക് 3.25 വേണ്ടത്. 3.25 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുക. കഴുത്തിൻ്റെ ഇറക്കം വന്ന് 6.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുക. ഇവിടുന്നും അതുപോലെ തന്നെ 3.25 ഇഞ്ച് അടയാളപ്പെടുത്തുക. യോജിപ്പിക്കുക. ഇവിടെ ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞ് ഇവിടെ കഴുത്തിൻ്റെ അകലം കഴിഞ്ഞ് 1 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ താഴോട്ട് 1 ഇഞ്ച്. ഇങ്ങോട്ട് 1 ഇഞ്ച്. കഴുത്തിൻ്റെ റൗണ്ട് കഴുത്താണ്, അപ്പോൾ ഇങ്ങനെ റൗണ്ടാക്കി വരയ്ക്കാം. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഈ റൗണ്ടിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ച് താഴോട്ടിങ്ങനെ. അത് കഴിഞ്ഞ് ഇതിങ്ങനെ യോജിപ്പിക്കാം. ആദ്യം ഇങ്ങനെ കൈ ഇങ്ങനെ വിരലിങ്ങനെ കയറ്റി വെച്ചിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഇത് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി അടുത്ത ഇത് കട്ട് ചെയ്ത് മാറ്റാം. വിരൽ ഈ 2 വിരലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കയറ്റി പിടിക്കണം. എന്നിട്ട് ഇത്രയും ഇടം ഇങ്ങനെ നിർത്തിയേക്കണം. ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. ഇത് നമുക്കൊരു ചുരിദാർ പീസുണ്ട്. ചുരിദാറിൻ്റെ ലൈനിങ്ങിൻ്റെ അകത്ത് തേച്ച് പിടിപ്പിക്കണം. എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതുപോലെ ചുരിദാർ പീസ് എടുത്ത് 3.25 ഇഞ്ച് കൂടി അടയാളപ്പെടുത്താം. അതുപോലെ തന്നെ താഴോട്ട് അതിൻ്റെ നേർക്ക് ഇത് ഇങ്ങനെ നിവർത്തിയിടുക. നിവർത്തിയിട്ട് ഇത് പശയുള്ള വശമുണ്ട്, പശയില്ലാത്ത വശമുണ്ട്. ഈ പശയുള്ള വശം ഇങ്ങനെ വെക്കുക. കറക്റ്റ് ആ പോയിൻറ്റിൽ തന്നെ വെക്കാം. ഇതാകുമ്പോൾ തെന്നിപ്പോകത്തില്ല. ഈ പടി എപ്പോഴും ഉണ്ടെങ്കിൽ മാറിപ്പോകാതിരിക്കും. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ തേച്ച് പിടിപ്പിക്കാം. ഇവിടെ നിന്നിങ്ങനെ ഇത് കണ്ടോ, തേച്ച് നല്ലോണം നല്ലോണം ഉറഞ്ഞിരിക്കുക. ഇനി നമുക്കിത് ഇങ്ങനെ തയ്ച്ച് പിടിപ്പിച്ചാൽ മതി, നല്ല തുണി വെച്ച്. ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.